വെൽക്കം ബാക്ക് ടു ഡ്രൈവ്. ഇന്നത്തെ എപ്പിസോഡ് വെറൈറ്റി എപ്പിസോഡിൽ നമ്മൾ വന്നിരിക്കുന്നത് നമ്മളൊരു ഓഡിയോ ബേസ്ഡ് ആയിട്ടുള്ള എപ്പിസോഡാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രൊഫക്സ് ഓട്ടോമോട്ടീവ് ഓങ്ങല്ലൂരാണ് നിൽക്കുന്നത്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് താറിനൊരു ഓഡിയോ അപ്ഗ്രേഡേഷൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ റീകോൾ ബ്രാൻഡിൻ്റെ ഫുള്ളി എല്ലാം റീകോൾ ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യുന്നത്. ഒരു അടിപൊളി ബ്രാൻഡാണ്, പുതിയ ബ്രാൻഡാണ് വന്നിട്ടുള്ളത് റീകോൾ. നമ്മൾ റീകോൾ ബ്രാൻഡിൻ്റെ സബ് വൂഫേഴ്സാണ് ചെയ്യുന്നത്, 10-inch സബ് വൂഫറാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ റീകോൾ ബ്രാൻഡിൻ്റെ DSP ചെയ്യുന്നുണ്ട്, 4 channel ആമ്പ് ചെയ്യുന്നുണ്ട്, മോണോ ബ്ലോക്ക് ആമ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റീകോൾ ബ്രാൻഡിൻ്റെ 3-way കോമ്പൗണ്ടാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മോൾഡ് ചെയ്തിട്ട് പാനലൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ എന്ന ബ്രാൻഡ് ഡാമ്പിംഗ് ഷീറ്റ്സ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കോവഡൻ എന്ന ബ്രാൻഡിൻ്റെ വയറിംഗ് കിറ്റ്സാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ റിയർ സ്പീക്കേഴ്സ് ഒന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. നമ്മൾ ഫ്രണ്ടിലത്തെ സ്പീക്കേഴ്സ് മാത്രമാണ് 3-way കോമ്പൗണ്ട് ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡ് വിചാരിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ഈ വണ്ടിയിലാണ് കേട്ടോ ഓഡിയോ അപ്ഗ്രേഡേഷൻ എല്ലാം ചെയ്യാൻ പോകുന്നത്. നമ്മൾ വർക്ക്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. നമ്മൾ ഹെഡ് യൂണിറ്റ്സ് കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ബാക്കി പാനൽസ് കാര്യങ്ങളെല്ലാം ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റീകോയിൽ ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത്. കോഡന് വയറിംഗ് കിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. 3-way കോമ്പൗണ്ട് സ്പീക്കേഴ്സ് റീകോയിലിൻ്റെ ആണ്. 10-inch സബ് വൂഫർ റീകോയിലിൻ്റെ ആണ്. DSP ആംപ്ലിഫയർ, മോണോ ബ്ലോക്ക് ആമ്പ് എല്ലാം റീകോയിൽ ബ്രാൻഡ്സിനെ യൂസ് ചെയ്തിരിക്കുന്നത്. വലിയൊരു ഓവർ പ്രൈസ്ഡ് അല്ലാത്തൊരു ബ്രാൻഡ് റീകോയിൽ, പക്ഷേ ഫീച്ചേഴ്സ് വൈസ് നോക്കുമ്പോൾ തന്നെ അടിപൊളിയാണ്. ഏകദേശം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സ്പീക്കേഴ്സ് കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ 3-way കോമ്പൗണ്ട് സ്പീക്കേഴ്സ് ചില രീതിയിൽ മൊറയിലെ ഡാമിംഗ് ഷീറ്റ്സ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ പാനൽസ് കംപ്ലീറ്റ്ലി എല്ലാം റിമൂവ് ചെയ്തിരിക്കുന്നു. നമുക്ക് നമ്മളുടെ സൈഡ് പാനൽസ് എല്ലാം ഒന്ന് മോൾഡ് ചെയ്യണം. അപ്പോൾ അടുത്ത് നമുക്ക് മോൾഡിങ് പ്രോസസ്സിലേക്ക് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ നമ്മൾ കോമ്പൗണ്ട് ചെയ്യാനുള്ള നമ്മൾ 3-way സ്പീക്കർ ചെയ്യാനുള്ള നമ്മുടെ ഫ്രണ്ട് പില്ലേഴ്സാണ് ഉള്ളത്. നമ്മൾ കണ്ടില്ലേ ഒരു ഷേപ്പ് ഇതേപോലെ മോൾഡ് ചെയ്തെടുത്തു. നല്ല ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. നമ്മളിതിലേക്ക് ഫിക്സ് ചെയ്തിട്ട് ഇതാണ് നമ്മൾ സ്പീക്കേഴ്സ് എല്ലാം ചെയ്യാൻ പോകുന്നത്. നമ്മൾ ട്യൂട്ടർ, നമ്മൾ മിഡ് ബാസ് സ്പീക്കർ ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ നമ്മുടെ മെയിൻ സ്പീക്കർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ ഓൾറെഡി. നമ്മളിതിലേക്കാണ് ട്യൂട്ടേഴ്സും നമ്മുടെ മിഡ് ബാസ് സ്പീക്കറും വെക്കാൻ പോകുന്നത്. ഇത് നമ്മൾ സ്പീക്കർ വെച്ച് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിനിഷിങ് കിട്ടും കേട്ടോ. പാനൽസിലാണ് നമ്മൾ 3-way ചെയ്യാൻ പോകുന്നത്. ഇവിടെയാണ് സ്റ്റോക്ക് സ്പീക്കേഴ്സ് വന്നിട്ടുള്ളത്. അത് നമ്മൾ മോൾഡ് ചെയ്തിട്ട് നമ്മളവിടെ ഒരു സ്പീക്കർ വെച്ചിട്ടുണ്ട്. ബാക്കി മിഡ് ബാസും ട്യൂട്ടേഴ്സും ഒക്കെ നമ്മൾ മോൾഡ് ചെയ്തിട്ട് ഈ പൊസിഷനിലാണ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പോലെ ഒരു വുഡൻ ഒരു പാനൽ കട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് മോൾഡ് ചെയ്തിട്ട് പക്ക ഒരു ഓയി ഫിറ്റ്മെൻറ്റോട് അതേ ലുക്കിലാണ് നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ അത് സ്റ്റോക്ക് സ്പീക്കറിലേക്ക് നമ്മളത് റീപ്ലേസ് ചെയ്ത് അതിലേക്ക് നമ്മളുടെ റീകോയിലിൻ്റെ സ്പീക്കർ വെച്ച് അതിന് നമ്മൾ ചെറിയ ഡാമ്പ് ചെയ്തിട്ടുണ്ട്. മൊറൽ ബ്രാൻഡിൻ്റെ ഡാമ്പിംഗ് ഷീറ്റ്സ് യൂസ് ചെയ്തിരിക്കുന്നത് ചെയ്യാൻ പോകുന്നത്. അതിപ്പോൾ നമ്മൾ ഹെഡ് യൂണിറ്റ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇവിടെയാണ് നമ്മൾ ആ പാനലിലേക്ക് മോൾഡ് ചെയ്ത് ചെയ്യാൻ പോകുന്നത്. നമ്മൾ റിയർ സ്പീക്കേഴ്സൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ബാക്കി നമുക്ക് DSP, അതുപോലെ തന്നെ 4 channel ആമ്പ്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് മോണോ ബ്ലോക്ക് ആമ്പെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കത് കണ്ടു നോക്കാം. അങ്ങനെ നമ്മൾ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ വയറിങ്സ് എല്ലാം ഇട്ട് കഴിഞ്ഞു. നമ്മൾ ഈ ബാക്ക് സീറ്റ് റിമൂവ് ചെയ്ത് ഇവിടെ ഒരു ചെറിയ വുഡൻ പീസ് അത് ഒരു ക്ലോത്ത് വെച്ച് റാപ്പ് ചെയ്ത് അതിലാണ് നമ്മളെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഈ സെൻറ്ററിൽ കാണുന്നതാണ് DSP. ഇത് മോണോ ബ്ലോക്ക് ആമ്പാണ് വന്നിട്ടില്ല, 2 channel. ഞാൻ നേരത്തെ ബോക്സ് എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രൊഡക്ട്സ് ഇത് നമ്മൾ അൺബോക്സ് ചെയ്തിരുന്നില്ല. ഇത് നമ്മളുടെ 4 channel ആമ്പ് വന്നിരിക്കുന്നത്. എല്ലാം റീകോൾ ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് നമ്മൾ വേറെ ബ്രാൻഡിൻ്റെ സാധനം ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ കോഡൻ്റെ വയറിംഗ് കിറ്റും പിന്നെ നമ്മൾ 4 channel ആമ്പ് ആയാലും നമ്മൾ DSP ആയാലും നമ്മൾ മോണോ ബ്ലോക്ക് ആമ്പ് ആയാലും നമ്മൾ കോമ്പൗണ്ട് സ്പീക്കേഴ്സ് ആയാലും 3-way കോമ്പൗണ്ട് എല്ലാം നമ്മൾ റീകോൾ ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളുടെ ഈ DSPയിലേക്ക് ഇവിടെ പെൻഡ്രൈവ് ഉണ്ട്, സോഫ്റ്റ്വെയർ. പിന്നെ നമ്മൾ ലാപ്പ് വെച്ച് നമുക്കിത് ട്യൂണിങ് കാണാനെല്ലാം ചെയ്യാനുണ്ട്. ഏകദേശം നമ്മളുടെ വയറിംഗ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ നീറ്റായിട്ട് കാണിച്ചു തരുന്നത്. ഇതാണ് ഇവിടെയാണ് നമ്മൾ എല്ലാം ഈ മെയിൻ ഐറ്റംസ് എല്ലാം സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഏകദേശം നമ്മൾ വർക്ക്സ് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കുന്നു. നമുക്ക് DSP കാണാനെല്ലാം നമുക്ക് ട്യൂൺ ചെയ്യാനുണ്ട്. ഇങ്ങനെയാണ് നമ്മളെ സ്പീക്കേഴ്സ് എല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നമ്മളുടെ 3-way കോമ്പൗണ്ട് സെറ്റപ്പ് നോക്കി നോക്കാം. അടിപൊളി പക്ക ഓയിൽ ലുക്കോട് കൂടിയാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്ലോസി ബ്ലാക്ക് പെയിൻറ്റിങ്ങാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ സ്പീക്കേഴ്സിൻ്റെ ബോർഡറിൽ. പിന്നെ യൂണിറ്റ്സ് എല്ലാം സ്റ്റോക്ക് യൂണിറ്റ്സ് ആണ്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയിലും ചെയ്യാം. വിളിക്കൂ പ്രൊഫക്സിലേക്ക് നമ്പർ താഴെ കൊടുക്കാം. ഇറ്റ്സ് മീ ഇന്ദ്രേ സൈനിങ് ഓഫ്. ബൈ.